ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് RSS എന്നുള്ള ഒരു പ്രചരണം ഇവിടെയുണ്ട്. പക്ഷേ ഈ പ്രചരിപ്പിക്കുന്നവർ തന്നെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് പലരുണ്ടല്ലോ. ബുദ്ധിസ്റ്റിനെ 59 ചൈനക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ച് ഇവിടെ ബുദ്ധിസ്റ്റുകളും അഭയാർത്ഥികളായിട്ട് ഇവിടെ കഴിയാണ്. വേസ്റ്റ് എവിടെ കാര്യം ഇവരാരെങ്കിലും പറയുന്നുണ്ടോ? അവരും ന്യൂനപക്ഷമല്ലേ? അപ്പോൾ ഇവര് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന് പറയുമ്പോൾ അതല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരല്ല എന്നുള്ള ഒരു കാര്യം സ്ഥാപിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഇവർ ഈ കുപ്രചരണങ്ങൾക്കും തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങൾക്കും ഒരു മറുപടി കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ RSS ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്പർദ്ധ വളർത്തുന്നു, മതസ്പർദ്ധ അതിനുവേണ്ടിയാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ അതല്ല, ഇത് ഏത് മതത്തിലുള്ള ആൾക്കും RSSന്റെ ഒരു വോളണ്ടിയർ ആകുക, ഇതൊരു സ്വയം സേവനം അല്ലെങ്കിൽ വോളണ്ടിയർ ആകുക, രാഷ്ട്ര സേവനത്തിന് വേണ്ടി. രാഷ്ട്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇപ്രാവശ്യം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തന്നെ കേരളത്തിൽ ഏതോ ഒരു സ്ഥലത്ത് ഈ ഓണത്തിന്റെ സമയത്ത് സിന്ദൂറിന് എഴുതിയതിന് തന്നെ ചില ആക്ഷേപങ്ങൾ പോലീസ് തന്നെ അവിടെ വന്നിട്ട് അതിനെ വിലക്ക് വെക്കുന്ന അവസ്ഥയുണ്ടായി. പോലീസിന്റെ ഒരു സ്റ്റേറ്റിന്റെ ആമാണല്ലോ. അപ്പോൾ നമ്മളുടെ രാജ്യം രക്ഷിക്കാൻ വേണ്ടി ചെയ്ത ഓപ്പറേഷന് വരെ വിരുദ്ധമായിട്ട് ഉള്ളവരിവിടെ ഉണ്ട്. അത് എന്തുകൊണ്ട്? അപ്പോൾ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, രാജ്യം സുസജ്ജമാകാൻ വേണ്ടി, രാഷ്ട്രം ശ്രേഷ്ഠമാകാൻ വേണ്ടി ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ച് എന്താണ് ഈ RSS എന്നും ഇവിടുത്തെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. തെറ്റിദ്ധാരണ പരത്തുന്നവർക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം.